എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അടിമാലിലാണ്. ഇടുക്കി ജില്ലയിലെ ഹൃദയഭാഗത്തുള്ള അടിമാലിയില് നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് അടിമാലി ടൗണ്. വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ട്. അടിമാലിയിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോ പുറകിൽ കാണുന്നത്. അപ്പൊ ആശാനെ എന്നെ ഇന്ന് നമ്മുടെ പരിപാടി, ഇന്ന് നമ്മൾ ഈ അടിമാലിയിലെ തണുപ്പത്ത് പരിപ്പുവടയും പഴം ചുട്ടതും അതുപോലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ തണുപ്പൊക്കെ ആസ്വദിച്ച് നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മുടെ ഇവിടെ ഒരു പാറപ്പുറത്താണ് കയറിയിരിക്കുന്നത്, വലിയൊരു കുന്നിന്റെ മുകളിലാണ്. അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി നമ്മളതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലി കം. നമ്മൾ കുക്കിങ്ങിന് വേണ്ടി മലഞ്ചരുവിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലമാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, നല്ല തെളിഞ്ഞിരിക്കുന്നു. അടിപൊളിയുള്ള വെള്ളം കണ്ടാൽ കുടിക്കാൻ തോന്നും നമുക്ക്. ഉണ്ടാക്കുന്നതിന് ആവശ്യമായി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം, അതുപോലെ തന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ചിരണ്ടി എടുക്കണം, കഴുകി അതിൻ്റെ ചെളി കളഞ്ഞിട്ട്. പരിപ്പ് വടയ്ക്കുള്ള പരിപ്പ് അരച്ച് കുതിർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പരിപ്പിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കളറിന് വേണ്ടി ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ, ഒരുപാട് ഇട്ടത്. നമ്മുടെ എണ്ണ ചൂടായി. നമ്മൾ കൊണ്ട് അരച്ച് വെച്ചേക്കുന്ന പരിപ്പ് എണ്ണയ്ക്കകത്തേക്ക് ഉരുട്ടി പരിപ്പുടെ പാകത്തിന് നമുക്ക് ഇടാം. നല്ല തീയുണ്ട്, ഇച്ചിരി തീ കുറക്കട്ടെ. നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് അടിമാലി ടൗൺ. ഇതുണ്ടോ അവിടെ മറിച്ചിടാറായി. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് കളറും ഉണ്ട്. പയ്യെ അടിച്ചില്ലെങ്കിൽ ഇതെല്ലാം പൊട്ടി അടന്നു പോകും. ബാക്കിയുള്ള ആകുന്നുള്ളൂ. ഇവിടെ ഒരു ബ്രൗൺ കളറായി, നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്, മൊരിഞ്ഞു. അപ്പം ഇനി നമുക്കതിനെ വാങ്ങിയെടുക്കാം. ആ മാതിരി കാറ്റാ. നമുക്ക് ചായക്ക് പൊടിയിടാം. പൊടി പറന്നു പോകണ്ട, ചേർത്ത് വെച്ചിടാം, കൈ കൊള്ളും. പെട്ടെന്ന് നല്ല രീതിയിൽ തിളച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പഴം ചുടാനിടാം. നന്നായിട്ട് പഴുത്ത പഴ, ഭയങ്കര ചൂടാ. ഇതും കൂടെ ഇടാം നമുക്ക്.
ഇനി നമുക്ക് ഈ പഴം ചുടാനിട്ടതിൻ്റെ മുകളിലേക്ക് കനൽ വാരിയിടാം. നല്ല ചൂടാക്കായി കൊണ്ടിട്ട് വേണം. നമ്മുടെ പഴം ചുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവനെ വാങ്ങി ഇലയിലോട്ട് വയ്ക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കി, പുഴുങ്ങിയെടുക്കണേക്കാളും സെറ്റപ്പായി. നല്ല ചൂടാല്ലേ, കൈ തൊടൂല. പിന്നെ ഇവിടെ വയ്ക്കാം, നമുക്ക് ചൂടാറട്ടെ. അപ്പം നമ്മുടെ പരിപ്പ് വട, പഴം ചുട്ടത്, കട്ടൻ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാ. നല്ല രീതിയിൽ മുരിഞ്ഞു വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കണം. നല്ല കറമുറാന്ന് കടിച്ചു തിന്നാൻ പാകത്തിന് അല്ലേ? അതെ അതെ. വെളിച്ചെണ്ണയിലുണ്ടാക്കി അതിന്റെ ടേസ്റ്റും ഉണ്ട്. പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും വെളിച്ചെണ്ണയിലുണ്ടാക്കിയോണ്ടാണ് ഇത്രയും ടേസ്റ്റ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എത്തിച്ച് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ.